കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊല്ലങ്കോട് 2ാം യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി. കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശ്വതി ദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജീവനക്കാരെ പോലെ തന്നെയാണ് നമ്മുടെ സർക്കാർ പെൻഷനേഴ്സിനെ കാണുന്നത്. ഇപ്പൊ നമുക്കൊരു ആശ്വാസകരമായ കാര്യമാണ്. എന്നിരുന്നാൽ പോലും ചില സന്ദർഭങ്ങളിൽ ഇതുപോലത്തെ സംഘടനകൾ ഇനിയും ആവശ്യമുണ്ട്. നമുക്കിടയിൽ സ്വാഗതം ആശംസിച്ചപ്പോ പറയണ്ടേ 1991 നമ്മൾ തിരിച്ചു പോകുമെന്നുള്ളൊരു സംശയം പറയുകയുണ്ടായി. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരിക്കലും അതിനു വേണ്ടിയിട്ടല്ല ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ പൂർവികര് നമ്മൾക്ക് ഇത്രയും ഉള്ള അവകാശങ്ങളൊക്കെ നേടിത്തന്നത്. അപ്പൊ ഇനിയുള്ള കാലഘട്ടത്തില് ഞാൻ ഉൾപ്പെടെ ഓരോ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ഉൾപ്പെടെ അത് സംരക്ഷിച്ച് നിർത്തേണ്ടത്, അല്ലെങ്കിൽ ഇതുപോലത്തെ സംഘടനകൾ അത് സംരക്ഷിച്ച് നിർത്തേണ്ടതായിട്ടുള്ള ആവശ്യകതകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പെൻഷനേഴ്സിന്റെ അവകാശം മുൻനിർത്തിക്കൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ കുടുംബമേള പോലെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ശക്തിപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ പെൻഷനേഴ്സ് യൂണിയൻ നമ്മൾ പറഞ്ഞു ഒരുപാട് സമരങ്ങളിലൂടെ എടുത്ത അവകാശം കൂടിയാണ്. അതുപോലെ തന്നെ ഒരു സാമൂഹിക പ്രതിബദ്ധത കൂടിയുള്ള ഒരു സംഘടന കൂടിയാണ് എന്നുള്ളത് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കോവിഡ് അല്ലെങ്കിൽ പ്രളയം പോലെയുള്ള സാഹചര്യത്തിലൊക്കെ ഇത്തരം യൂണിയന് വളരെ സമൂഹത്തിനോട് ഇറങ്ങി തന്നെ പ്രവർത്തിച്ച ഒരു ചരിത്രം കൂടിയുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. രാവിലെ പതാക ഉയർത്തലോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഉഷ, ഗീതാറാം, സുദർശനൻ, കെ രേണുകാദേവി, കെ വിജയൻ, രാമചന്ദ്രൻ, ആർ ഷൺമുഖൻ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ക്ഷാമാശ്വാസ കുടിശ്ശിക തീർത്തതും പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുമെന്ന സർക്കാരിന്റെ ഉറപ്പും സ്വാഗതാർഹമാണെന്ന് സമ്മേളനം പ്രഖ്യാപിച്ചു. മെഡിസെപ്പിലെ അപാകതകൾ നീണ്ടുപോകുന്നതും വിഹിതം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലും പ്രതിഷേധിച്ചു. UTV ന്യൂസ്, പാലക്കാട്.